സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പേർക്ക് സിലബസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിഹരിച്ചു തരാം. ഇന്നലെ നമ്മുടെ മലയാള മനോരമയിൽ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. PSCയിൽ പോലീസ് പരീക്ഷ സിലബസും തീയതിയും മാറ്റില്ല അല്ലെങ്കിൽ മാറില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എക്സാമിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പത്രത്തിന്റെ ഈ ഒരു കട്ടിങ് എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ട് എന്താണ് ഇതിനകത്ത് പറയുന്നത്, നമ്മുടെ സിലബസിനകത്ത് മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിച്ചു. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. അപ്പൊ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ വിമൻ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ CPO അല്ലെങ്കിൽ WCPO ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് കൂടിയിട്ടേക്കുക. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. PSCയിലെ പോലീസ് പരീക്ഷ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മലയാള മനോരമയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അത് വായിച്ചു നോക്കുക. സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള PSCയിലെ മുൻകൂട്ടി പ്രഖ്യാപിച്ച സിലബസും പരീക്ഷാ ഷെഡ്യൂളും അനുസരിച്ച് നടക്കുമെന്ന് PSC അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത വിജ്ഞാപനം ചെയ്യാത്തത് ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിനെ ബാധിക്കുമെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണം എന്ന് പറയുന്നുണ്ട്. കൂടാതെ സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് SI തുടങ്ങിയ തസ്തികകളിലേക്ക് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ പൊതുപരീക്ഷ അല്ലെങ്കിൽ പൊതു പ്രാഥമിക പരീക്ഷയും തുടർന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് മുഖ്യ പരീക്ഷയും നടത്തുമെന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്. കോൺസ്റ്റബിൾ അതുപോലെ തന്നെ വിമൻ കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ മൗണ്ടഡ് പോലീസ് എന്നീ തസ്തികയിലേക്കുള്ള പരീക്ഷകൾ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് നടത്താനാണ് കേരള PSC നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ വാർത്തയ്ക്കകത്ത് പറയുന്നത്. അപ്പോ നമ്മുടെ സിലബസിനകത്ത് വളരെ വ്യക്തമായിട്ട് അവരൊരു സിലബസ് അല്ലെങ്കിൽ പുതിയൊരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജനുവരി 1-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂ ഇയറിൽ തന്നെ എന്ത് ചെയ്തു, കേരള PSC നമുക്കൊരു സിലബസ് തന്നു. ആ സിലബസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പഴയ സിലബസും പുതിയ സിലബസും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ ഒരു ന്യൂസിനകത്ത് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, സിലബസും തീയതിയും മാറ്റില്ല എന്ന് പറയുന്നത് പഴയ സിലബസ് മാറ്റില്ല എന്നല്ല അവർ ഉദ്ദേശിച്ചത്. പുതുതായിട്ട് ഇറങ്ങിയ സിലബസ് ജനുവരി 1-ാം തീയതി നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ വന്നിട്ടുള്ള ആ ഒരു സിലബസിൽ മാറ്റമില്ല. ദാറ്റ് മീൻസ് പുതിയ സിലബസ് തന്നെയാണ് നിലവിൽ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് പുതിയ സിലബസ്, അതുപോലെ തന്നെ സിലബസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇപ്പൊ സിലബസ് ഏത് രീതിയിൽ മാറിയാലും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 500 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ 500 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, 9996116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്ന് തന്നെ എന്ത് ചെയ്യും, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ ഓൾറെഡി സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ എടുക്കുന്ന ക്ലാസ്സുകളിലെല്ലാം നോട്ട്സ് അതുപോലെ തന്നെ ഒരു സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോഡൽ എക്സാം ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽസും PDF ഒക്കെ ലഭ്യമാകുന്നത് ഈ പറയുന്ന ഗ്രൂപ്പുകളിലായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന, പോലീസിന്റെ എക്സാം എഴുതാൻ പോകുന്ന, വിമൻ പോലീസിന്റെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നമ്പർ കൂടി ശ്രദ്ധിക്കുക, ഈ നമ്പറിലേക്ക് വിളിക്കരുത്, പേയ്മെന്റും സ്ക്രീൻഷോട്ടും മാത്രം അയക്കാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ CPOയുടെ സിലബസ് ആണ്. ഓക്കെ, CPOയുടെ സിലബസ് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യുക, സിലബസിനകത്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ പുതിയ CPOയുടെ സിലബസും ഈ കാണുന്നത് പഴയ CPOയുടെ സിലബസുമാണ്. ഓക്കെ, ഈ പഴയ സിലബസിനകത്ത് നിങ്ങൾ ഓരോന്നായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ പഴയ സിലബസിനകത്ത് ഈ പോർഷനിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ IPC എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. IPCയിൽ നിന്ന് 4 മാർക്കിന് പരീക്ഷയ്ക്ക് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിലവില് നമ്മുടെ IPC എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നിലവിലില്ല, അല്ലെ? നമുക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദി എന്ത് ചെയ്തു, IPCയെയും CRPCയെയും എവിഡൻസ് ആക്ടിനെയും മാറ്റിക്കൊണ്ട് ഭാരതീയ ന്യായ സംഹിത എന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നും ഭാരതീയ സാക്ഷ്യ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന 3നെയും മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ IPCയിൽ കുറെ
സെക്ഷനുകൾ മാറ്റിയിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഒരുപാട് സെക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ കൊലപാതകമൊക്കെ ഉണ്ടല്ലോ, കൊലപാതകത്തിന്റെ സെക്ഷനൊക്കെ മാറ്റി 300, 301, 302 എടുത്ത് മാറ്റി അതിന് പകരം ബാക്കി വേറെ ഒരുപാട് ആഡ് ഓൺസ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ചേഞ്ചസ് എന്തായാലും പുതിയ പോലീസുകാർ പഠിച്ചിട്ടേ പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഈ പറയുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സിലബസിലും ഉണ്ടായിരിക്കും കേട്ടോ. കാര്യം ഈ പറയുന്ന നമ്മുടെ IPC എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആ സിലബസ് വ്യക്തമായി ശ്രദ്ധിക്കുക. സ്പെഷ്യൽ ടോപ്പിക് തസ്തികകളുടെ സ്വഭാവവുമായി ബന്ധപ്പെടുത്തിയിട്ട് 20 മാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ കൊടുത്തിട്ടുള്ള IPC നിലവിലിപ്പോ മാറ്റിയിട്ടുണ്ട്. നിലവിലിപ്പോ ആ സിലബസിൽ IPCക്ക് പകരം കൊടുത്തിട്ടുള്ള എന്താണെന്ന് നോക്കിയേ, കണ്ടോ, പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ IPC എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതിന് പകരം അവിടെ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയേ, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് സെക്ഷന്റെ ഓരോ സെക്ഷന്റെയും പേര് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. കണ്ടോ, 81, 82, 83, 84 അങ്ങനെ ഓരോ സെക്ഷന്റെയും നമ്പേഴ്സ് ഇവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ പുതിയ സിലബസിനകത്ത് അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല. കണ്ടല്ലോ, അതിനകത്ത് ഈ പറയുന്ന സെക്ഷൻസിന്റെ ഏതൊക്കെ സെക്ഷൻ ആണെന്ന് ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. പകരം ഓരോന്നിന്റെയും ഹെഡിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, 7 years old നമ്മൾ കഴിഞ്ഞ ഇതിനകത്തൊക്കെ പഠിച്ചതാണ്. 7 years oldന്റെ അല്ലെങ്കിൽ 7 വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊന്നും കുറ്റകരമായി കണക്കാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ പറയുന്നതിന്റെയൊക്കെ ഹെഡിങ്സ് മാത്രമാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളും നമ്മളും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു പബ്ലിക്കേഷനും എന്ത് ചെയ്തിട്ടില്ല, ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പുസ്തകങ്ങൾ റിലീസ് ചെയ്തിട്ടുള്ള എന്നുള്ളതാണ്. കാരണം ഈ ഭാരതീയ ന്യായ സംഹിതയോ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ മലയാളം പതിപ്പുകളൊന്നും വന്നിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് വന്നാലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ ചോദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പറയുന്ന IPC മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ തന്നെ ഈ IPC മാറ്റിയിട്ടുണ്ട്, CRPCയും എവിഡൻസ് ആക്ടും ഒഴിച്ച് ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ എക്സാമിനകത്ത് പഠിക്കാനുണ്ട്. ഈ പറയുന്ന നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് കാണുന്ന NDPS ആക്ട് ഓഫ് 1985 നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തതാണ്. ഈ 1985 NDPS ആക്ടിന് മാറ്റം വന്നിട്ടില്ല. NDPS ആക്ടിന് മാറ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, നമ്മുടെ പോക്സോ എന്ന് പറയുന്ന നിയമം, പോക്സോക്ക് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ IT ആക്ട് 2000 മാറ്റം വരാതെ പഠിക്കാനുള്ളതാണ്. ഇൻഫർമേഷൻ ആക്ട് 2005 പഠിക്കാനുള്ളതാണ്. പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉള്ള ഒരു 3 കാര്യത്തിൽ മാത്രമാണ്. അതിന്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുക. കേരള പോലീസ് ആക്ട് പഠിക്കാനുള്ളതാണ്. നമ്മൾ കേരള പോലീസ് ആക്ടിന്റെ 2 ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തു. ഇന്നും അതുപോലെ തന്നെ 2 ദിവസം മുന്നേ ആയിട്ട് നമ്മൾ കേരള പോലീസ് ആക്ടിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ സിലബസിൽ മാറ്റമില്ലാത്ത എന്നാൽ നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ സിലബസിനകത്തുണ്ട്. ഈ പുതിയ സിലബസിനകത്ത് പറയുന്ന ഈ പാർട്ട് 1 4 മാർക്കിനാണ്. അത് നമ്മുടെ IPCക്കകത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അത് ഏതൊക്കെ രീതിയിലാണ് മാറുന്നത് എന്ന് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ട് വരുന്ന ദിവസങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാവും. ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി, ഇവിടെ കണ്ടോ, ഇതൊക്കെ സെക്ഷൻസ് ഉണ്ടായിരുന്നതാണ് നമ്മുടെ മുന്നത്തെ സിലബസിൽ. ഇത് നമ്മുടെ പഴയ സിലബസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൽ കണ്ടോ, ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ സെക്ഷൻസ് ഒന്നും പുതിയ സിലബസിനകത്ത് കാണാനില്ല. കണ്ടില്ലേ, അവിടെ സെക്ഷൻസ് ഇല്ല. ദാറ്റ് മീൻസ് എന്താണ്, നമുക്ക് അവിടെ സെക്ഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ സെക്ഷൻസ് ചോദിക്കത്തില്ല. ഓക്കെ, അവിടെ നമുക്ക് ഈ പറയുന്ന ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് ശിക്ഷ എത്രയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിട്ടായിരിക്കും എന്നായിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സിലബസ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി അതിലെന്തില്ല, ഈ പറയുന്ന പോലെ സെക്ഷൻസ് ഇല്ല. അതുപോലെ തന്നെ ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമനും ഇതിനകത്ത് സെക്ഷൻസ് വരുന്നതാണ്. സെക്ഷൻസ് കാണാനില്ല. ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി സെക്ഷൻസ് ഇല്ല. കണ്ടില്ലേ, അതുപോലെ തന്നെ പാർട്ട് 2 ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ CRPC ആയിരുന്നു. CRPC ഇല്ല. CRPCക്ക് പകരം എന്ത് ചെയ്യുന്നു, കണ്ടോ, ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊഗ്നിസിബിൾ ഒഫൻസ് എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ഒഫൻസ്, സമൻസ്, വാറന്റ്, ട്രയൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മള് സിലബസിനെ നമ്മൾ പഠിച്ചെടുത്തിരിക്കും. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തന്നിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലുള്ള സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും ഒക്കെയാണ് നമ്മൾ ആ പറയുന്ന ഗ്രൂപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് കൊടുക്കുക. അപ്പൊ വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, CPOയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. CPOയുടെ ക്ലാസ് വരുന്നത് ജൂൺ ജൂലൈ ആ ഒരു സമയത്താണ്. എന്തായാലും നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 5-6 മാസം നമുക്കുണ്ട്. ആ മാസത്തിനുള്ളിൽ നിങ്ങൾ ബാക്കി ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വ്യക്തമായി മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. കഴിഞ്ഞ പ്രാവശ്യം CPOയുടെയൊക്കെ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് പോയവർക്ക് 20-ൽ 19-18 മാർക്ക് ഉറപ്പായിരുന്നു അല്ലെ, ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിച്ചവരായിരിക്കും.
അപ്പോൾ എന്തായാലും ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിന് മാറ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് ഉണ്ട്. എവിഡൻസ് ആക്ട് കണ്ടല്ലോ, എവിഡൻസ് ആക്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. എവിഡൻസ് ആക്ട് മാറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരള പോലീസ് ആക്ടിന് വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ ഇതിൽ തന്നെ ഏതൊരു പഠിച്ചു, കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ പ്രൈവറ്റ് പ്ലേസസ് പഠിച്ചു, അതുപോലെ തന്നെ പ്രിവെന്റിംഗ് ഓഫീസർ പഠിച്ചു, അങ്ങനെയുള്ള ഒരുപാട് കാര്യം. ഏകദേശം നമ്മൾ ഇതിൽ ഈ 57 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ഈ കാണാതായ വ്യക്തികളെ കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 57 വരെ നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് അതൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. NDPS ഞാൻ പഠിപ്പിച്ചു തന്നു, അതുപോലെ തന്നെ പോക്സോ ആക്ട് ഞാൻ പഠിപ്പിച്ചതാണ്. ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻഫർമേഷൻ ആക്ട്, IT ആക്ട് ഞാൻ പല ക്ലാസ്സിലായിട്ട് പഠിപ്പിച്ചു തന്നതാണ്. അതിന്റെ നോട്ട്സ് ഞാൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സിലബസ് മാറി, അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങളെ പഠിത്തത്തിനെ ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പുതിയ സിലബസും പഴയ സിലബസും നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഇതിൽ പറയുന്ന പോലെ തന്നെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, മറ്റിടത്ത് എന്ത് ചെയ്തിട്ടില്ല, സെക്ഷൻസ് കൊടുത്തിട്ടില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ട് വരും. കാര്യം ഞാൻ ഓൾറെഡി ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ്സിനകത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണ്, നേരത്തെയൊക്കെ ഈ തെളിവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസിന് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ എവിഡൻസ് പ്രൈമറി എവിഡൻസ് ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കൊലക്കുറ്റം എന്ന് പറയുന്നതിന്റെ സെക്ഷൻസ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന മാറ്റങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുക, ഉൾക്കൊണ്ട് പഠിക്കുക. കാര്യം അതൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന സെക്ഷൻസും ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ എക്സാമിനേഷനിൽ 20 മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഈ പറയും പോലെ ഇത് നമ്മുടെ IPC, CRPC, NDPS ഇതുപോലെ തന്നെ എവിഡൻസ് ആക്ട് ഒക്കെ മാറിയിട്ടുള്ള ആദ്യത്തെ പരീക്ഷയാണെന്നുള്ളൊരു വ്യക്തമായൊരു മനസ്സിലാക്കൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ എങ്ങോട്ട് മാറുന്നു അല്ലെങ്കിൽ ഏത് തരത്തിലോട്ട് മാറുന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. പക്ഷേ ഈ പറയുന്ന കണക്കിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സകല രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങളുടെ സംശയം ഏകദേശം മാറി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ പറയുന്ന ആദ്യത്തെ നമ്മുടെ ഈ പറയുന്ന ന്യൂസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും ഓക്കെ ആണല്ലോ. ഈ PSCയുടെയും പോലീസിന്റെയും പരീക്ഷയുടെയൊക്കെ സിലബസും തീയതിയും മാറ്റമില്ല എന്ന് പറയുന്നത് പഴയ സിലബസ് മാറ്റമില്ല എന്നല്ല പറയുന്നത്. പുതിയ സിലബസ് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയും പോലെ ന്യായ സംഹിത, സാക്ഷ്യ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത അതൊക്കെ തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ അതിൽ ഈ പറയും പോലെ സെക്ഷൻസ് നമുക്ക് പഠിക്കാനായിട്ട് കാണത്തില്ല. കാര്യം അത് ചെയ്തില്ല, ഈ പറയും പോലെ CPOയുടെ സിലബസ് ഇനിയും മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് വീണ്ടും ഒരിക്കൽ കൂടി മാറും. അതിനകത്ത് പുതിയ സെക്ഷൻസ്, നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻസ് ഇല്ലാത്ത സ്ഥാനത്ത് അവിടെ സെക്ഷൻസ് കൂടെ വരും. അത് സ്വാഭാവികമാണ്, വന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നോക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറയുന്ന തരത്തിലാണ് എക്സാംസ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പറയും പോലെ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മാറ്റമില്ലാത്ത ഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരിക. മാറ്റമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ സമയമുണ്ട്, ആവശ്യം പോലെ സമയമുണ്ട്. ആ സമയത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ വ്യക്തമായത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു വിവരം അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സിലബസിൽ വന്നിട്ടുള്ള മാറ്റത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ CPO പരീക്ഷ എഴുതാൻ പോകുന്നവരെ CPO എന്നും WCPO പരീക്ഷ എഴുതാൻ പോകുന്നവരെ WCPO എന്നും ഒന്ന് ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യുക. എത്ര പേരാണ് ഇതിനു വേണ്ടി റെഡി ആയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒരു മാറ്റം ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ പുതിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.